മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുകയല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹാന്മാരെ വളരെയധികം സ്നേഹിക്കുന്നവരാകണം നാം നോക്കേണ്ടത്. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലീഡർ ആയാൽ പിന്നെ അവനെ ഫോളോ ചെയ്യലാണ്. അവനിക്ക് ദീനുണ്ടോ, ദുനിയാവുണ്ടോ, ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ് ഒന്നും അറിയില്ല, ഷർത്തുകൾ അറിയില്ല. അവനെ ഫോളോ ചെയ്യുന്ന കാലമാണ്. അവനിക്ക് ദീനായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ ഫോളോ ചെയ്യുന്നവരെ നാം ആയി പോകാൻ പാടില്ല. നമ്മളുടെ മുൻഗാമികളായ മഹാന്മാർ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഞാൻ സ്വാലിഹീങ്ങളെ മഹാന്മാരെ ഇഷ്ടം വെക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ എന്റെ മുഅ്മിനീങ്ങളോട്, മുത്തു മുഅ്മിനീങ്ങളോട് ഞാനൊരു ഉപദേശമായിട്ട് പറയുകയല്ല, എന്റെ മനസ്സിനോട് ഉപദേശിച്ച് നിങ്ങളോട് ഈ സന്ദേശം കൈമാറട്ടെ. നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, നമ്മൾ പിൻപറ്റേണ്ടത്, ഏത് കാര്യത്തിലും നമ്മൾക്ക് തീരുമാനമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടത് റഈസുൽ ഉലമ എന്ന് പറഞ്ഞു, സുൽത്താനുൽ ഉലമ എന്ന് പറഞ്ഞു, ജിബ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറഞ്ഞു എന്നാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു അലവലാതി തീരുമാനിച്ച് ബന്ധമില്ലാത്തവൻ അവിടെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ തീരുമാനം പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന വ്യക്തികൾ നാം ആരുമായി പോകാൻ പാടില്ല. അവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ് ഇവിടുത്തെ മഹാന്മാർ, സുൽത്താനുൽ ഉലമ എന്താണ് പറഞ്ഞത്, ജിബ്രി മുത്തുക്കോയ തങ്ങൾ എന്താണ് പറഞ്ഞത്, അതുപോലെ തന്നെ റഈസുൽ ഉലമ എന്താണ് പറഞ്ഞത്. തീരുമാനം, ആ തീരുമാനത്തെ അംഗീകരിച്ചാലേ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇത് എവിടെ നിന്ന് കിട്ടിയ മാതൃകയാണ്? മഹാന്മാരായ സ്വഹാബത്ത് അവർ ഹബീബായ തങ്ങൾ ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ അതിനെ എതിർ പറയുന്നവരായിരുന്നില്ല, അതിനെ അംഗീകരിക്കുന്നവരായിരുന്നു എന്നത് സ്വഹാബത്തിന്റെ അനുസരണത്തിന് എത്രയോ തെളിവുകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മുടെ മദ്രസയിലെ കിതാബുകളിൽ നമ്മളുടെ വിദ്യാർത്ഥികൾ എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യയുടെ സിലബസിൽ പ്രവർത്തിക്കുന്ന, അവിടെ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ചരിത്രമുണ്ട്. മഹാനായ ഹബീബായ തങ്ങൾ ഒരു ദിവസം സഹാബത്തെ എങ്ങനെ ദീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഇങ്ങനെ വരികയാണ്, വലൽപ്പം വൈകിട്ട് വരികയാണ്. വന്നിട്ട് റോട്ടിലാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഉള്ളത്. ആ സമയത്ത് ഹബീബായ തങ്ങൾ സഹാബത്തിനോട് ഇജ്ലിസു, ഒന്ന് പ്രസംഗത്തിന്റെ ഇടയിൽ വേറൊരു ഉസ്താദെല്ലാം നിൽക്കുന്നതാണ്, നമ്മുടെ ചടപ്പോൻ അങ്ങനെ നിർത്തിയിട്ട് ഒന്ന് ഇജ്ലിസു എന്ന് പറഞ്ഞതാണ്. ഇന്ന സ്വഹാബത്തിനെ ഒന്ന് ഇരുത്തിയതാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ പള്ളിയിലെത്തിയിട്ടില്ല, പള്ളിയുടെ പുറത്താണ്. ആ എത്തിയ സ്ഥലത്ത് ഇജ്ലിസു എന്ന് പറയുമ്പോൾ എവിടെയാണ് എത്തിയത്? കാല് മുന്നോട്ട് വെക്കാതെ അവിടെ തന്നെ ഇരുന്നു എന്ന് ചരിത്രകാരന്മാർ, മഹാന്മാർ ഈ ചരിത്രം രേഖപ്പെടുത്തി വെക്കുകയാണ്. അത്രത്തോളം അഭിപ്രായ തങ്ങളെ അംഗീകരിച്ചവരായിരുന്നു സഹാബത്ത്. ഒരുപാട് തെളിവുകളുണ്ട്. ഉഹുദിന്റെ രണാങ്കണത്തില്, അതാ ഉഹുദിൻ യുദ്ധത്തില് വഫാത്തായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആ ജനാസ കാണാൻ വേണ്ടി അവിടുത്തെ അനുജത്തിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ വരികയാണ്, ഓടി വരികയാണ് ഉഹുദ് മലയിലേക്ക്. വരുമ്പോൾ അവിടെ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു സഫിയ ബീവിന്റെ മകനാണ്, അവിടെ അങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ്. അങ്ങോട്ട് പോകാൻ പറ്റൂല. കാരണം ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് അത് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പോകണ്ട എന്ന് പറഞ്ഞിട്ട് മകൻ തടഞ്ഞു നിന്നപ്പോ മകന്റെ നെഞ്ചത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നു, നീ ഇവിടെ നിന്ന് മാറ്, എനിക്ക് എന്റെ ജ്യേഷ്ഠന്റെ മയ്യത്ത് കാണണം. ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഉമ്മനെ തടയാൻ പറ്റൂലല്ലോ. അപ്പോൾ മകൻ പറഞ്ഞു, ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഷഹീദായവരുടെ മയ്യത്ത് കാണാൻ പറ്റൂല, കാണരുത് എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചരിത്രം നമ്മൾക്ക് ചരിത്രകാരന്മാര് മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ്. മഹാനായ മഹദിയായ ആ ഉമ്മ കാലിൽ മുമ്പോട്ട് വെച്ചത് നേരെ മുമ്പോട്ട് വെക്കാതെ പിറകോട്ട് എടുത്തിട്ട് അവിടെ നിന്ന് തന്നെ മടങ്ങിപ്പോയി. ഹബീബായ തങ്ങളോടുള്ള അനുസരണത്തിന്റെ, അല്ലെങ്കിൽ നബി തങ്ങൾ പറഞ്ഞത് സ്വഹാബത്തും ആ കാലഘട്ടത്തിൽ ജീവിച്ചവർ കേട്ടു എന്നതിന്റെ തെളിവുകളാണിത്. എന്നാൽ ഇന്ന് ഹബീബായ തങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനാഥകളാണോ? അല്ല. ഹബീബായ തങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു പോയി. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, ബലപ്പെട്ട രണ്ടു കാര്യങ്ങൾ എപ്പോഴും വായിക്കുന്ന ഹദീസാണ് ഈ ഹദീസ്. ബലപ്പെട്ട രണ്ടു കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ്. ആ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിലൊന്നാണ് അവിടുത്തെ അഹ്ലുബൈത്ത്.
അഥവാ നബി തങ്ങളുടെ രക്തം ശരീരത്തിൽ ഓടുന്ന തങ്ങന്മാർ, അപ്പൊ ആ തങ്ങന്മാർ ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ അതിന് എതിർ പറയാൻ പറ്റൂല. അല്ലെങ്കിൽ ഇവിടെ ജിബ്രി മുത്തുക്കോയ തങ്ങൾ, അല്ലെങ്കിൽ മഹാന്മാരായ സുൽത്താനുൽ ഉലമ, അല്ലെങ്കിൽ റഈസുൽ ഉലമ, ഏതെങ്കിലും ഒരു നാട്ടിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഈ സമുദായത്തിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ എവിടെയെങ്കിലും നടക്കുന്ന ഒരു പ്രശ്നത്തിന് ഒരു തീരുമാനം പറഞ്ഞാൽ, ഏതെങ്കിലും ഒരുത്തൻ അവന്റെ കാര്യലാഭത്തിന് വേണ്ടി അതിനെതിരെ ഒരു തീരുമാനം പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്ന, അത് പറഞ്ഞത് ശരിയല്ലേ എന്ന് തലയാട്ടുന്ന വിട്ടികൾ നാം ആകിപ്പോകരുത്. അത്തരം ബുദ്ധിയില്ലാത്ത വിട്ടികളായി പോകരുത്. നമ്മൾക്ക് മാതൃക സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അഭിമായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ ശേഷം എന്റെ അനന്തരക്കാർ അഥവാ അമ്പിയാക്കളുടെ അനന്തരക്കാർ. അതാരെ പറഞ്ഞു? പണക്കാരനെ പഠിക്കുന്നു. വലിയ വലിയ പണക്കാരെ പറഞ്ഞില്ല. എന്റെ അനന്തരക്കാർ അത് ഉലമാക്കളാണ്, ആലിമീങ്ങളാണ്. ഇത് ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്. ഈ വാക്യം നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്റെ ജീവിതകാലത്ത് സ്വഹാബത്തെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അനന്തരക്കാരായ ആലിമീങ്ങളെ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നിങ്ങളും അംഗീകരിച്ചു കൊള്ളണം എന്ന ഒരു താക്കീത് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി മഹാനായ നമ്മൾക്ക് എന്നും ഒരു അഭയ കേന്ദ്രമായി ഇന്ന് നമ്മളോടൊപ്പമില്ല. നമ്മൾക്ക് പോയിട്ട് മുമ്പിൽ കണ്ടിട്ട് സംസാരിക്കാനും വെള്ളത്തിൽ ഊതിക്കാനും നമ്മൾക്ക് കഴിയുന്നില്ല. ഇന്ന് നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. അത് കൂടത്തെ തങ്ങളെന്ന് പറഞ്ഞാൽ അത് ഒരാളല്ല, ഒരു പ്രസ്ഥാനമാണ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് എന്ന് പറഞ്ഞാൽ തെറ്റാകൂല. മഹാനായ കൂടത്തു സാദാത്തിന്റെ ഹദറത്തിൽ പോകുന്നവർ, ഞാൻ പറഞ്ഞു, ഒരു വെള്ളത്തോട് മഖാമിൽ വെച്ചിട്ട് സിയാറത്താക്കിയിട്ട് ആ വെള്ളത്തോട് വന്ന് കുടിച്ചാൽ അതിന് ശിഫയുണ്ടാകും. നിങ്ങൾക്കൊക്കെ അറിയാം. മഹാനായ